പാലാ വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ അതിവേഗത്തിൽ ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി. എറണാകുളത്ത് ഓടുന്ന ബസ്സിൽ കൊലപാതകം. കൊച്ചിക്ക് സന്തോഷ വാർത്ത, കൂടുതൽ ബോട്ടുകൾ എത്തുന്നു. താൻ ഒളിച്ചോടിയിട്ടില്ലെന്ന് മോഹൻലാൽ. ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്നു വീണു. വാർത്തകൾ വിശദമായി. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള നിയമങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീ സുരക്ഷയ്ക്കായി രാജ്യത്തുള്ള നിയമങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമാക്കണം. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ വിധി വേഗത്തിൽ പുറപ്പെടുവിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. കൊൽക്കത്ത ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ കയറി കണ്ടക്ടറെ കുത്തിക്കൊന്നു. എറണാകുളം കളമശ്ശേരി HMD ജംഗ്ഷന് സമീപമാണ് സംഭവം. ഇടുക്കി സ്വദേശി അനീഷാണ് കൊല്ലപ്പെട്ടത്. അക്രമി അനീഷിനെ കുത്തിയ ശേഷം ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. ബസ്സിനകത്ത് വെച്ച് തന്നെ അനീഷ് കൊല്ലപ്പെട്ടിരുന്നു. പോലീസ് സ്ഥലത്തെത്തി നടപടികൾ ആരംഭിച്ചു. കൊച്ചിയിലെ യാത്രാക്ലേശങ്ങൾ ഏറെ മാറ്റിയ വാട്ടർ മെട്രോ സർവീസ് കൂടുതൽ വിപുലമാകുന്നു. മെട്രോയ്ക്കുള്ള 16ാമത്തെ ബോട്ട് കൊച്ചിൻ കപ്പൽശാല കൈമാറി. ഇനി 6 ബോട്ടുകൾ ഒക്ടോബറിലും 2 ബോട്ടുകൾ അടുത്ത വർഷം ആദ്യവും കൈമാറും. ഇതിനു പുറമെ വാട്ടർ മെട്രോയ്ക്ക് അധികമായി 15 ബോട്ടുകൾ കൂടിയെത്തും. ആദ്യഘട്ടത്തിലെ 23 ബോട്ടുകൾക്ക് പുറമെയാണ് 143 കോടിയോളം മുടക്കിൽ 15 ബോട്ടുകൾ കൂടിയെത്തുക. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി നടൻ മോഹൻലാൽ. താൻ എവിടെയും ഒളിച്ചോടി പോയിട്ടില്ലെന്ന് മോഹൻലാൽ പറഞ്ഞു. തന്റെ വ്യക്തിപരമായ കാര്യങ്ങളാൽ കുറച്ചുനാളായി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് മാറി നിന്നത്. എല്ലാ മേഖലയിലുമുണ്ടായ കാര്യങ്ങൾ സിനിമയിലുമുണ്ടായി. അതിനെ ന്യായീകരിക്കില്ലെന്ന് മോഹൻലാൽ പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ ഹെലികോപ്റ്റർ തകർന്നു വീണു. തകരാറിലായ ഹെലികോപ്റ്റർ വ്യോമസേനയുടെ MI-17 ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്യുന്നതിനിടെയാണ് അപകടം. തകരാറിലായ ഹെലികോപ്റ്റർ ഉയർത്തുന്ന സമയത്ത് റോപ്പ് പൊട്ടി MI-17ന്റെ ബാലൻസ് നഷ്ടപ്പെട്ടു. ഇതാണ് അപകട കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. സംഭവ സ്ഥലത്തെത്തിയ NDRF സംഘം ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഔദ്യോഗികമായി അറിയിച്ചു.